ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് ആദില, നൂറ, അനുമോൾ ഇവര് 3 പേരും കിച്ചണിൽ കയറിയിരിക്കുകയാണ്. അക്ബർ, ആര്യൻ, നെവിൻ ഇവരുണ്ടാക്കുന്ന ഫുഡ് വേണ്ടെന്നാണ് പറയുന്നത്. രാവിലെ ഇവർ ഫുഡ് കഴിച്ചിട്ടില്ല, ഇവരുണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇവര് തന്നെ പോയി കിച്ചണിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. അപ്പൊ അക്ബറും നെവിനും ആര്യനും പയ്യെ അവിടെ സ്കൂട്ടായിട്ട് അവരുടെ ആ ഒരു അഡ്ഡ ഉണ്ടല്ലോ, ആ ഏരിയയിൽ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് അടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള വലിയ വഴക്കൊന്നുമല്ല, സംവാദമാണ്. ഇങ്ങനെയുള്ള ഹെൽത്തി സംവാദങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. ആര്യം പറയുന്നു, ഇവര് 3 പേരും ഗ്രൂപ്പ് അല്ലേ, ഇവരുടെ വാശിയല്ലേ ഇവര് കാണിക്കുന്നത്. ഉടനെ ആദില, ഫുഡ് തരില്ല, ഫുഡ് തരാമെന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. അനുമോള്, അവനൊക്കെ വായി തോന്നുന്നത് വിളിച്ചു പറയാം. അക്ബർ അപ്പുറത്തിരുന്നിട്ടാണ്, നിന്റെ അത്രയും വായി തോന്നുന്നു വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. നിന്റെ അത്രയെന്ന് പറയുന്നില്ല, അവളുടെ അത്രയും വായി തോന്നുന്നു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. നൂറ, ഇവരുടെ പെറ്റി സെൽഫിഷ്നെസ്സും ഡ്രാമയും കണ്ടോണ്ട് നിൽക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല എന്ന് പറയുന്നു. ആര്യൻ, ഫ്ലോർ ടീമും കപ്പൂസ് ഡ്യൂട്ടിയും ഒക്കെ ബാക്കിയുണ്ട്, അതൊന്നും ചെയ്യാതെ ഇവർ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്നു. ഉടനെ നൂറ, കിച്ചൺ ടീമിലുള്ള ഒരാള് ചെയ്ത പ്രവൃത്തിയാണ് വേറൊരാളുടെ മുഖത്ത് പാൽ ഒഴിക്കുന്നത്, അത് കിച്ചൺ ഡ്യൂട്ടിയുടെ ഭാഗമാണോ എന്ന് ചോദിക്കുന്നു. ഉടനെ നെവിൻ, വെറുതെ ഇരുന്ന ആളുടെ മുഖത്ത് പാൽ ഒഴിച്ചതൊന്നും അല്ല, തട്ടിപ്പറിച്ച മുഖത്ത് ഒഴിക്കും, വെള്ള പൂശല്ലേ എന്ന് പറയുന്നു. നൂറ, എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള ഫുഡല്ലേ, എടുത്തോണ്ട് പോയാൽ ചിലപ്പോൾ തട്ടിപ്പറിച്ചു എന്നൊക്കെ വരും. അക്ബർ, ഇവിടെ സാബുമാനും അനീഷേട്ടനും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചല്ലോ, ഇവര് 3 പേര് എന്തിനാണ് വേറെ ഫുഡ് ഉണ്ടാക്കുന്നത്. ആര്യൻ, നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്നത് 3ഉം 2ഉം 5 പേർക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. നെവിൻ, നിങ്ങൾക്കിപ്പോ ആരെയും തിരുത്താനില്ലേ അനീഷേട്ടാ, സാധാരണ എല്ലാരെയും തിരുത്തുന്നതാണല്ലോ. ഉടനെ അനീഷ്, എന്തായിരുന്നു ഇന്നലെ മുതലുള്ള നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ്, നിങ്ങൾ തന്നെ ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. തീർന്നു, അവിടെ തീർന്നു, നെവിന്റെ വെടി അവിടെ തീർന്നു കേട്ടോ. നെവിൻ പിന്നെ അനീഷിന്റെ നേരെ പോകുന്നില്ല. ഉടനെ നെവിൻ, ഞങ്ങളെപ്പോലുള്ള 3 പൊട്ടൻഷ്യലുള്ള നല്ല ക്യാപ്റ്റൻസ് വന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ജലസി. ആര്യൻ, ബിഗ് ബോസ് കൊടുത്ത പണിയാണ് ഇപ്രാവശ്യത്തെ, ഒരു ക്യാപ്റ്റനെ പോലും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു 3 ക്യാപ്റ്റൻസിനേക്ക് ഇവർ അക്സെപ്റ്റ് ചെയ്യുമോ, ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് എന്ന് പറഞ്ഞ് ഭയങ്കര വീമ്പിളക്കുന്നു. ഉടനെ അക്ബർ, നമുക്കൊരാളുടെ കൈ പിടിച്ച് തടയാനൊന്നും പറ്റില്ല, ഉണ്ടാക്കുവാണെങ്കിൽ ഇവർ ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നു. അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അക്ബർ തടയേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. ഉടനെ ആദില, ധൈര്യം ഉണ്ടെങ്കിൽ തടയാൻ അവൻ പറഞ്ഞിരുന്നു, അപ്പോഴാണ് നൂറ വന്നത് എന്ന് അനുമോളുടെ അടുത്ത് ആദില പറയുന്നുണ്ട്. അപ്പൊ ഉടനെ അനുമോള്, അവൻ എന്തൊരു പാൽക്കുപ്പിയാണ് എന്ന് പറയുന്നത്, ആര്യനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇവര് ഈ കുരുതി ടീമുകൾ ഒരു സൈഡിലും പിന്നെ പട്ടാ ഗേൾസ് വേറൊരു സൈഡിലും നിന്ന് ഇങ്ങനെ ഈ രീതിയിൽ ഒരു തർക്കമായിരുന്നു. ലൈവിനകത്ത് കുറച്ച് സമയം ഇങ്ങനെ കാണാനുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അടി തന്നെയായിരുന്നു. ഇന്നലത്തെ പോലെ ഒന്നുമല്ല, നല്ല രീതിക്ക് തന്നെ ആര്യനും അക്ബറും നെവിനും ഇന്ന് തിരിച്ചു പറയുന്നുണ്ട്. ഫുഡ് തട്ടിപ്പറച്ചതിന്റെ പേരിലാണ് ഷാനവാസിന്റെ മുഖത്ത് ആ പാൽ അത്രയും ഒഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും വൈരാഗ്യത്തിന്റെ പുറത്ത് തന്നെയാണ്. ഈ നെവിനും അക്ബറും ആര്യനും ഓരോ കാര്യങ്ങളും ചെയ്തത് വൈരാഗ്യത്തിന്റെ പുറത്ത് തന്നെയാണ്. ഈ 2-3 ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ്, ഇവർക്ക് ഭയങ്കര ഈഗോ, വാശി, ഭയങ്കര എന്തോ അഹങ്കാരം ഒക്കെ തലക്കി പിടിച്ചിട്ടാണ് ഇവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ലൈവ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് പറ്റും. അനീഷ് പറഞ്ഞ പോലെ ഇവരെന്താണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത് ഇവര് തന്നെ ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കണം, എന്നിട്ട് വേണം സംസാരിക്കാനായിട്ട്. തീർച്ചയായിട്ടും അനീഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണെന്ന് മാത്രമല്ല, അനുമോൾ, ആദില, നൂറ ഇവരുടെ ഭാഗങ്ങൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഫുഡ് നിശ്ചയിച്ചിട്ട് പിന്നെ കഴിച്ചോളാൻ പറയുന്നു, പിന്നെ ഇന്ന് രാവിലെ നടന്ന പ്രശ്നം, ഇതൊന്നും അവരായിട്ട് ഉണ്ടാക്കിയതായിരുന്നില്ല, ക്യാപ്റ്റൻസിന്റെ കയ്യിലിരിപ്പ് കാരണം സംഭവിച്ചതാണ്.